Hello dears, in this section we are discussing about the earthquake part 2. First of all, causes of earthquake. First one, volcanicity. Most earthquakes directly beneath a volcano are caused by the movement of magma. The magma exerts pressure on the rock until it cracks the rock. Then the magma skewers into the crack and starts building pressure again. Every time the rock cracks it make a small earthquake. ആദ്യത്തെ കാരണം വോൾക്കാനിസിറ്റി. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്ന സമയത്ത് മാഗ്മ ലാവയായിട്ട് പുറത്തു വരുന്ന സമയത്ത് അത് എർത്തിലുള്ള സർഫസ് റോക്സിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റോക്സിൽ ക്രാക്സ് ഫോം ചെയ്യുകയും ഈ ക്രാക്സ് സ്മോൾ എർത്ത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതായത് മാഗ്മ വളരെയധികം ശക്തമായിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ക്രാക്സ് ഉണ്ടാകുന്നു. ആ ഒരു പ്രഷർ റിലീസ് ആവുന്ന സമയത്ത് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. അത് നമ്മൾ വോൾക്കാനോ എർത്ത് ക്വേക്സ് എന്നോ അല്ലെങ്കിൽ വോൾക്കാനോ ടെക്ടോണിക് എർത്ത് ക്വേക്സ് എന്നാണ് വിളിക്കാറ്. സെക്കൻഡ് ഇസ് ഫോൾട്ടിംഗ്. എർത്ത് ക്വേക്സ് ആർ യൂഷ്വലി കോസ്ഡ് വെൻ ദ റോക്ക് അണ്ടർഗ്രൗണ്ട് സഡൻലി ബ്രേക്സ് അലോങ് എ ഫോൾട്ട്. This sudden release of energy causes the seismic waves that make the ground shake. ഫോൾട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് റോക്ക് ഡിസ്പ്ലേസ് ചെയ്ത് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന സമയത്തും എർത്ത് ഉണ്ടാകാറുണ്ട്. Hydrostatic pressure and forces. The introduction of additional artificial superincumbent load through the construction of large dams and imparting of enormous volume of water in big reservoirs behind the dam cause disequilibrium of already isostatically adjusted rocks below the reservoir. Many seismic events have been correlated with dams and reservoirs all over the world. അടുത്തതായിട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആൻഡ് ഫോഴ്സസ്. ആ വേർഡിൽ തന്നെയുണ്ട് ഹൈഡ്രോസ്റ്റാറ്റിക്. വെള്ളം ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷറിനെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഡാംസും അതുപോലെ തന്നെ റിസർവോയറും കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് തന്നെ വെള്ളം കെട്ടിക്കിടക്കുകയും അതൊരു സൂപ്പർ ഇൻക്യുംബൻ ലോഡ് ആർട്ടിഫിഷ്യലായിട്ടൊരു ലോഡ് ആ ഒരു പ്രദേശത്ത് എക്സേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലോഡ് കൊണ്ടുള്ള എക്സേർഷൻ പ്രഷർ എക്സേർഷൻ കൊണ്ട് അതിന് താഴെ കാണപ്പെടുന്ന റോക്സിന് ഒരു ഡിസ്ഇക്ലിബ്രിയം ഉണ്ടാവുകയും അതിൽ ഇരിക്കുന്ന ബാലൻസിന് മാറ്റം ഉണ്ടാവുകയും അത് എർത്ത് കാരണമാവാറുമുണ്ട്. വേൾഡിൽ പല മേജർ എർത്ത് ഈ ഡാംസും റിസർവോയറും ആയിട്ട് ബന്ധമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ കോയിന എർത്ത് ക്വേക്ക്. Then anthropogenic causes. Human induced earthquakes has largely centered around fracking for oil and natural gas, explosions from underground bomb, nuclear tests, mining, blasting of rocks, etc. Then anthropogenic causes. മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന എർത്ത് ആന്ത്രോപോജനിക് എർത്ത് എന്ന് വിളിക്കാറ്. ഈ ആന്ത്രോപോജനിക് എർത്ത് പ്രധാനമായിട്ടുണ്ടാകുന്നത് ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ എക്സ്ട്രാക്ഷൻ കൊണ്ട്, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ബോംബ്സിൻ്റെ എക്സ്പ്ലോഷൻസ് ഉണ്ട്, ന്യൂക്ലിയർ ടെസ്റ്റ് വഴി, മൈനിങ്സ് വഴി, അല്ലെങ്കിൽ ബ്ലാസ്റ്റിംഗ് ഓഫ് റോക്സ് ഒക്കെ കൊണ്ട് തന്നെ എർത്ത് ഉണ്ടാകാറുണ്ട്. Then plate tectonics. As per the plate tectonics, earthquakes are a consequence of interplate interaction. Along a convergent boundary, compressive forces crush and cause earthquake, while along a divergent boundary, tensile forces stretch and snap the earth, creating earthquakes. Earthquakes can also be due to plate motions and friction of lithospheric plates while they drift along a asthenosphere. Divergent boundaries and convergent boundaries between two continental plates will only have shallow focus earthquake, and intermediate and deep focus earthquake are almost entirely limited to ocean floor subduction. എർത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു റീസൺ ആയിട്ട് പറയുന്നത് തന്നെ പ്ലേറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ്. പ്രധാനമായിട്ടും പ്ലേറ്റ് ബൗണ്ടറീസിലാണ് എർത്ത് ഉണ്ടാവാറുള്ളത്. കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലും ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലും എർത്ത് ഉണ്ടാകാറുണ്ട്. കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലാണെങ്കിൽ കംപ്രഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് എർത്ത് ഉണ്ടാകുന്നത്. ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലാണെങ്കിൽ ടെൻസൈൽ ഫോഴ്സ്, അതായത് ടെൻഷണൽ ഫോഴ്സിന്റെ സ്ട്രെച്ചിങ് കാരണമാണ് എർത്ത് ഉണ്ടാകുന്നത്. അതിന് മാത്രമല്ല, ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അസ്തനോസ്ഫിയറിന് മുകളിൽ കൂടെ പ്ലേറ്റ്
ഒഴുകി തെന്നി മാറുന്നതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഫ്രിക്ഷൻ കൊണ്ടും എർത്ത്ക്വേക്സ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലും കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലും ഉണ്ടാകുന്നതിനൊപ്പം തന്നെ പ്ലേറ്റ്സ് തെന്നി മാറുന്നത് കൊണ്ടും എർത്ത്ക്വേക്സ് ഉണ്ടാകാറുണ്ട്. ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലും കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലും പ്രത്യേകിച്ച് രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഷാലോ ഫോക്കസ് ആയിട്ടുള്ള എർത്ത്ക്വേക്സ് ആണ്. അതേസമയം കൺവേർജന്റ് ബൗണ്ടറിയും ഡൈവേർജന്റ് ബൗണ്ടറിയിലും ഒരു ഓഷൻ പ്ലേറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഓഷൻ ആൻഡ് കോണ്ടിനെന്റൽ പ്ലേറ്റ് ആണ് ഉള്ളതെങ്കിൽ അവിടെ ഇന്റർമീഡിയറ്റ് ആൻഡ് ഡീഫോക്കസ് എർത്ത്ക്വേക്സ് ആണ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഓഷൻ ഫ്ലോർ സബ്ഡക്ഷനിലാണ് അതുണ്ടാകുന്നത്. Then, elastic rebound theory, and this theory suggests that the crust and lithosphere are capable of withstanding certain stress to a point beyond which the crust goes through a series of deformation until it yields and breaks with sudden snapping of the Earth's crust. The slabs goes through a series of vibration before it comes to rest finally, and these vibrations manifest as earthquake. This theory, though not incorrect, is hardly a comprehensive insight into the nature of force that causes the earthquake. It does not tell why do we have such forces and why do earthquake distribution has a definite pattern on Earth. ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി. ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി പറയുന്നത് എർത്തിൻ്റെ ക്രസ്റ്റും അതുപോലെ ലിത്തോസ്ഫിയറിനും ഒരു പരിധിവരെ അതിലുണ്ടാവുന്ന സ്ട്രെസ്സസിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഒരിക്കൽ ആ ഒരു കപ്പാസിറ്റി അതിന് പോയി കഴിഞ്ഞാൽ അത് ക്രസ്റ്റിന് പലതരത്തിലുള്ള ഡിഫോർമേഷൻസ് ഉണ്ടാക്കുകയും അതിന് കാരണം കുറേ വൈബ്രേഷൻസ് ഉണ്ടാകുകയും കുറച്ച് ക്രസ്റ്റിൽ ഡിഫോർമേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് സ്ലാബ്സ് മൂവ് ചെയ്യുന്നു, അങ്ങനെ കുറച്ച് വൈബ്രേഷൻസ് ഉണ്ടാക്കുകയും ഇത് അൾട്ടിമേറ്റ്ലി ഈ വൈബ്രേഷൻസ് എർത്ത്ക്വേക്ക് ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി പറയുന്നത്. ഈ തിയറി ഇൻകറക്റ്റ് ഒന്നുമല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏത് ഫോഴ്സസ് വഴിയാണ് എർത്ത്ക്വേക്ക് വരുന്നു എന്നത് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, എന്തുകൊണ്ട് ഈ ഫോഴ്സസ് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് എർത്ത്ക്വേക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഒരു ഡെഫിനിറ്റ് പാറ്റേണിൽ എർത്തിൽ പോകുന്നു എന്നതിനെ പറ്റിയൊന്നും തന്നെ ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതാകെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു പരിധിവരെ ക്രസ്റ്റിനും ലിത്തോസ്ഫിയറിനും ആ ഒരു സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി വൺസ് അത് പോയിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫോർമേഷൻസ് ഉണ്ടാക്കുന്നു, അതിൽ നിന്നും സ്ലാബ്സ് മൂവ് ചെയ്യുന്നത് വഴി സീരീസ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ടാകുന്നു, അത് അൾട്ടിമേറ്റ്ലി എർത്ത്ക്വേക്ക് ആയിട്ട് റിസൾട്ട് ചെയ്യുന്നു. Then the next topic is the world distribution of earthquake. Like volcano, the earthquake also is distributed mainly in three zones. First, the circum-Pacific belt. It includes the epicenter of coastal margins in North and South America, East Asia, and this belt accounts for about 65% of the total earthquake of the world. വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എർത്ത്ക്വേക്ക്. വോൾക്കാനോയുടെ സെയിം പ്ലേസസിൽ തന്നെയാണ് എർത്ത്ക്വേക്കും കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 3 ബെൽറ്റ്, അതായത് സർക്കം പസഫിക് ബെൽറ്റ്, മിഡ് അറ്റ്ലാന്റിക് ബെൽറ്റ്, മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റ്, ഈ 3 ബെൽറ്റിലും എർത്ത്ക്വേക്കും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് പുറമെ സ്കാറ്റേർഡ് ആയിട്ടുള്ള കുറച്ച് പ്ലേസസിലും എർത്ത്ക്വേക്സ് വിസിബിൾ ആണ്. ആദ്യമായിട്ട് സർക്കം പസഫിക് ബെൽറ്റ് എന്ന് പറയുന്നത് പസഫിക് ബേസിൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പസഫിക് ബേസിന് ചുറ്റുമുള്ള പ്ലേസസ് അല്ലെങ്കിൽ കോസ്റ്റൽ മാർജിൻസ് ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, അതുമാത്രമല്ല ഈസ്റ്റ് ഏഷ്യയിലാണ് ഈ ഒരു സർക്കം പസഫിക് ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. ഒരു വേൾഡിലുണ്ടാകുന്ന ടോട്ടൽ എർത്ത്ക്വേക്സിൽ 65% ഉണ്ടാകുന്നത് ഈ ഒരു സർക്കം പസഫിക് ബെൽറ്റിലാണ്. ആൻഡ് ഇറ്റ് പ്രസൻസ് 4 ideal conditions for the occurrence of an earthquake. First, the subduction zone of convergent plate boundary. Second, the junction of continental and oceanic margins. Third, the zone of young fault mountains. And fourth, the zone of active volcanoes. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്, ഐഡിയൽ കണ്ടീഷൻസ് ആണ് ഇവിടെ എർത്ത്ക്വേക്ക് ഉണ്ടാവാൻ കാരണം. ഒന്ന്, ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസിലെ സബ്ഡക്ഷൻ സോണാണ്. അതായത് ഓഷ്യൻ പ്ലേറ്റും കോണ്ടിനെന്റൽ പ്ലേറ്റും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സബ്ഡക്ഷൻ സോണിൻ്റെ ഒരു റീജിയൻ ആണ് ഈ ഒരു സർക്കം പസഫിക് ബെൽറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കോണ്ടിനെന്റും ഓഷ്യൻ മാർജിൻസിൻ്റെ ജംഗ്ഷൻ പോയിന്റ് ആണ്. പിന്നെ ഒരുപാട് യങ് ഫോൾട്ട് മൗണ്ടൻസ് ഉണ്ടാകുന്ന ഒരു സോണാണ്, ആക്റ്റീവ് വോൾക്കാനിസത്തിൻ്റെയും സോണാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവിടെ എർത്ത്ക്വേക്സ് കണ്ടുവരുന്നു. The Pacific plate boundary has been subducted below the American and Eurasian plate boundary, and the coastal margins of Asia and island arc convex zones experiences both tectonic and volcanicity-induced earthquakes in substantial number. ഇവിടെ പസഫിക് പ്ലേറ്റ് ബൗണ്ടറി
American and Eurasian plate boundaries, continental plates American Eurasian plate boundariesന് താഴെ സബ്സൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഏഷ്യയുടെ കോസ്റ്റൽ മാർജിൻസിലും അതുപോലെ തന്നെ ജപ്പാൻ, ഫിലിപ്പൈൻസ്, മറ്റു ഐലൻഡ് ആർക്സ്, ഫെസ്റ്റോൺ ഇവിടെയൊക്കെ തന്നെ ടെക്ടോണിക് അതുപോലെ തന്നെ ഓൾക്കാനിക് ഇൻഡ്യൂസ്ഡ് എർത്ത് കൂടുതലായിട്ട് ഉണ്ടായി വരുന്നു. Mid-continental belt. This Alpine Himalayan belt which represents zone of plate convergence. The Indian and African plates are subducted below the Eurasian plate, causing isostatic and fault-induced earthquake. About 21% of the total seismic events of the earth occur in this belt. രണ്ടാമത് മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റ്, ആൽപൈൻ ഹിമാലയൻ ബെൽറ്റും അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഈസ്റ്റേൺ വശങ്ങളും ചേരുന്നതാണ് മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സോൺ ഓഫ് കൺവേർജൻസ് ആണ്. ഇവിടെ കൺവേർജ് ചെയ്യുന്ന പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആഫ്രിക്കൻ പ്ലേറ്റും അതുപോലെ തന്നെ യുറേഷ്യൻ പ്ലേറ്റും ആണ്. ഇതിൽ ഇന്ത്യൻ ആഫ്രിക്കൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിന്റെ അടിയിൽ സബ്സൈഡ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഐസോസ്റ്റാറ്റിക് ചേഞ്ചസ് ഉണ്ടാവുകയും ഫോൾട്ടിംഗ് ഉണ്ടാവുകയും അതുവഴി ഉണ്ടാകുന്ന എർത്ത് അതായത് ഐസോസ്റ്റാറ്റിക് ചേഞ്ചസും ഫോൾട്ടും കാരണമുള്ള എർത്ത് ആണ് ഈ ഒരു സോണിൽ ഉണ്ടാകുന്നത്. വേൾഡിൽ ഉണ്ടായിട്ടുള്ള ടോട്ടൽ എർത്ത് 21% ഉണ്ടാകുന്നത് മിഡ് കോണ്ടിനെന്റൽ ബെൽറ്റിലാണ്. Mid-Atlantic belt. It includes the epicenters located along the mid-Atlantic ridge and several islands near the ridge. This belt records moderate and shallow focus earthquakes. The spreading of seafloor, fissure eruption, as well as transform faults are the causes of earthquakes in this region. Mid-Atlantic belt. Mid-Atlantic belt പ്രധാനമായിട്ടും മിഡ് അറ്റ്ലാന്റിക് റിജിനും അതിന് ചുറ്റുമുള്ള ഐലൻഡ്സിന്റെ ഭാഗത്തുമാണ് കടന്നു പോകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന എർത്ത് എന്ന് പറയുന്നത് ഷാലോ അല്ലെങ്കിൽ മോഡറേറ്റ് ഫോക്കസ് എർത്ത് ആണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ എർത്ത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം സീഫ്ലോർ സ്പ്രെഡിംഗ് കൊണ്ടുണ്ടായ ഒരു ഫീച്ചറാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. അത് വിശദമായിട്ട് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയിൽ പഠിക്കും. അപ്പോൾ ഒരു മിഡ് അറ്റ്ലാന്റിക് റിജിന്റെ സീഫ്ലോർ സ്പ്രെഡിംഗ് കാരണവും അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഇറപ്ഷൻസ് എന്ന് പറയുന്നത് ഫിഷർ ടൈപ്പ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ് ആണ്. അതുപോലെ ട്രാൻസ്ഫോം ഫോൾട്ട് റീജിയൻ ആണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത്. ഈ 3 റീസൺസ് കൊണ്ടാണ് ഇവിടെ എർത്ത് ഉണ്ടാവാറുള്ളത്. This is a world map showing the distribution of major earthquakes in the world. Here you can see the greater concentration of earthquakes in and around the Circum-Pacific belt, and secondly around the Alpine Himalayan region as well as in the Eastern African region, then third along the Mid-Atlantic region, and moreover many scattered earthquakes are also found inside the continents. Next topic is earthquake prediction. There are several parameters used to predict earthquakes. First is the commonly used parameter is the unusual animal behavior prior to earthquake. By examining the unusual animal behavior, especially the behavior of pets, one can assume there can be a chance of earthquake. Then significant hydrogeological changes in the groundwater before the earthquake, then rise in temperature near epicenter of earthquake, then changes in water level of wells before earthquake, observance of radon radioactive gas emission from the rock masses prior to earthquake increases the radon concentration in well water. പല രീതിയിൽ നമുക്ക് എർത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടുള്ള കുറച്ച് റീസൺസ് പറയാം. ഒന്ന്, ഒരു എർത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആനിമലിന്റെ ബിഹേവിയേഴ്സിന് എസ്പെഷ്യലി പെറ്റ് ആനിമൽസിൻ്റെ ബിഹേവിയറിന് വല്ലാതെ ഒരു മാറ്റം സംഭവിക്കാറുണ്ട്. അപ്പോൾ ആനിമൽസിൻ്റെ അൺയൂഷ്വലായിട്ട് ഒരു പ്രദേശത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസാസ്റ്റർ, പ്രത്യേകിച്ച് ഒരു എർത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത്, ഒരു എർത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ കമ്പോസിഷനും അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ വാട്ടർ ലെവലിലും ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ ഹൈഡ്രോജിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എർത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പി സെൻറ്ററിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ റൈസ് അല്ലെങ്കിൽ എപ്പി സെൻറ്ററിൽ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാറുണ്ട്. ഒരു 10 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് സർഫസ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് വരെയോ അല്ലെങ്കിൽ അതിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്നതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എർത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ദ വാട്ടർ ലെവൽ ഓഫ് വെൽസ് ബിഫോർ എർത്ത് ഒരു എർത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് ആ ഒരു പ്രദേശത്തെ വെല്ലുകളുടെ വാട്ടർ ലെവലിനും ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. ഗ്രൗണ്ട് വാട്ടറിന് സംഭവിക്കുന്നത് പോലെ തന്നെ വെൽ വാട്ടറിന് സംഭവിക്കാറുണ്ട്. അത് ഒബ്സർവ് ചെയ്തും ഒരു എർത്ത് പ്രഡിക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, ഒരു എർത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ
വെൽ വാട്ടറിൽ റെഡോൺ കോൺസെൻട്രേഷൻ കൂടാറുണ്ട്. കാരണം എർത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് റോക്ക് മാസസിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് ഗ്യാസ് ആയ റെഡോൺ എമിറ്റ് ചെയ്യാറുണ്ട്. അത് വെൽ വാട്ടറിലോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലും മിക്സ് ആവാറുണ്ട്. ബട്ട് റെഡോൺ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എർത്ത് ചാൻസസ് ഉണ്ടെന്നാണ് അതിനർത്ഥം. Then large-scale fluctuations of oil flow from oil well prior to earthquake. ഒരു earthquake ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഓയിൽ വെല്ലിൽ നിന്നും ഓയിൽ ഫ്ലോയിൽ ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട്. അതിൽ നിന്നും earthquakeന്റെ ചാൻസസ് മനസ്സിലാക്കാൻ സാധിക്കും. Next is seismicity gap. It is a region where the earthquake activity is less compared with its neighboring plate boundaries. Segments that are quiet will hit earthquake later. In India, 3 seismic gaps are identified. സീസ്മിസിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് റീജിയൻസിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റീജിയൻ ആയിരിക്കും. ഈ ആദ്യത്തെ റീജിയനിൽ ഒരു എർത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കുറേ കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ ഒരു പ്ലേറ്റ് ബൗണ്ടറിയിൽ, ഒരു നെയ്ബറിംഗ് പ്ലേറ്റ് ബൗണ്ടറിയിലും എർത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ രണ്ട് എർത്ത് ഉണ്ടായ സ്ഥലങ്ങളുടെ ഇടയിൽ സൈലൻ്റ് ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു എർത്ത് ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നേപ്പാൾ എർത്ത് അങ്ങനെയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. നേരത്തെ അതിന് ചുറ്റുമുള്ള പ്ലേറ്റിൽ എർത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു സിസ്മിസിറ്റി ഗ്യാപ്പ് ആയിരുന്നു നേപ്പാൾ എന്ന് പറയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു എർത്ത് ഉണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള 3 സിസ്മിക് ഗ്യാപ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ കാംഗ്ര കിനൌവിന് ഇടയിലുള്ള പ്ലേസ് അതൊരു ഗ്യാപ്പാണ്. അതുപോലെ തന്നെ സെൻട്രൽ റീജിയനിൽ 1905 1934 ഇടയിൽ ഈ രണ്ട് സമയത്തും എർത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന് നടുക്കുള്ള പ്ലേസ് എന്ന് പറയുന്നത് എർത്ത് ചാൻസ് ഉണ്ടാവുള്ള റീജിയനാണ്. അവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു എർത്ത് സംഭവിക്കാം. മൂന്നാമത് SM ഗ്യാപ്പ് 1897 അതുപോലെ 1950 SM രണ്ട് പ്ലേസസിൽ എർത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന് നടുക്കുള്ള പ്ലേസ് ഒരു സിസ്മിസിറ്റി ഗ്യാപ്പാണ്. ദെൻ ഒബ്സർവൻസ് ഓഫ് മൈനർ ഷോക്സ് ഓർ 4 ഷോക്സ് ബിഫോർ ദ സ്ട്രോങ് എർത്ത് ഒരു എർത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് ചെറിയ ട്രെമേഴ്സ്, ചെറിയ സ്മോൾ എർത്ത് ഒരു മേജർ എർത്ത് മുമ്പ് ഉണ്ടാവാറുണ്ട്. അത് ഒബ്സർവ് ചെയ്താൽ ഒരു മേജർ എർത്ത് ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. Then type gap between the P and S wave is called lead time. Seismologists found that lead time began to decrease before an earthquake. ഒരു P waveസും S waveസും ഉണ്ടാവാൻ എടുക്കുന്ന സമയം തമ്മിലുള്ള വ്യത്യാസത്തിന് ലീഡ് ടൈം എന്നാണ് വിളിക്കുന്നത്. ഒരു മേജർ എർത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് ഈ P waveസും S waveസും തമ്മിലുള്ള ലീഡ് ടൈം വളരെയധികം ഷോർട്ടായി വരും. അപ്പോൾ അതിൽ ഇൻ്റർവെൽ ഷോർട്ടായി വരുന്നതിനനുസരിച്ച് എർത്ത് അടുത്തടുത്ത് വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് എർത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Then adverse effect of earthquake disaster. An earthquake becomes disaster only when it strikes the populated area. First, slope instability, slope failure and landslide. Shock produced by earthquakes, particularly in hilly and mountainous areas composed of weaker lithology and are tectonically sensitive and weak, causes slope instability, slope failure, and ultimately causes landslide and debris walls which damage the settlements and transport system on the lower slope settlements. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എർത്ത് ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ഇഫക്ട്സ് എന്തൊക്കെയാണ്. ഏതൊരു ഇവൻറ്റും അതൊരു ഡിസാസ്റ്ററായി മാറുന്നത് അതൊരു പോപ്പുലേറ്റഡ് ഏരിയയിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴും ജനങ്ങൾക്ക് ജീവന് ഭീഷണിയാകുമ്പോഴുമാണ്. ആദ്യമായിട്ട് എർത്ത് ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ലോപ്പ് ഫെയിലിയർ ലാൻഡ്സ്ലൈഡ്സ് ആണ്. സഡൻ ഷോക്സ് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹില്ലി അല്ലെങ്കിൽ മൗണ്ടനസ് ഏരിയയിലാണെങ്കിൽ അവിടുത്തെ റോക്സ് വളരെയധികം വീക്കാണെങ്കിൽ, ടെക്ടോണിക്കലി വളരെ സെൻസിറ്റീവും വീക്കും ലിത്തോളജിയൊക്കെ വളരെ വീക്കാണെങ്കിൽ അത് സ്ലോപ്പ് ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമായി. പ്രത്യേകിച്ച് ഇപ്പോൾ ഡിഫോറസ്റ്റേഷനൊക്കെ നടക്കുന്നതെങ്കിൽ സോയിലൊക്കെ വളരെ ലൂസായിരിക്കും. അതും ഒരു കാരണമാകാം. സ്ലോപ്പ് ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമാകുകയും പെട്ടെന്ന് തന്നെ ലാൻഡ്സ്ലൈഡ് ഉണ്ടാകും. ലാൻഡ്സ്ലൈഡ് അറിയാമല്ലോ, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് റോക്കും മഡും വാട്ടറും എല്ലാം സഡനായിട്ട് എർത്തിന് ഡൗണിൽ എത്തുന്ന പ്രോസസ്സിന് ലാൻഡ്സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ്സ്ലൈഡ്സ് അല്ലെങ്കിൽ ഡെബ്രി ഫോൾസ് ഉണ്ടാവുകയും അത് സെറ്റിൽമെൻറ്റ്സും ട്രാൻസ്പോർട്ട് സിസ്റ്റംസും ഒക്കെ ഡാമേജ് ആവാൻ കാരണമാവാറുണ്ട്. ചിലപ്പോൾ ലാൻഡ്സ്ലൈഡ്സ് കാരണം ജീവന് വരെ ഭീഷണി ഉണ്ടാവാറുണ്ട്. Then damage to human structure. Earthquakes can cause greater damage to buildings, road, rail, factories, bridges, etc. It can cause heavy damage to the human property. Then damage to towns and cities. Earthquake tremors of high magnitude can shake the ground of large buildings and the groundwater pipes are bent and damaged. Water supply is totally disrupted. Electric poles are uprooted. Electric and telephone wires and cables are heavily damaged.
and it causes disruption to the electric supply and telecommunication. Rocks were blocked, etc. മറ്റൊന്ന് ഹ്യൂമൻ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബിൽഡിങ്സിനും ടൗൺസിനും സിറ്റീസിനും പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, വാട്ടർ സപ്ലൈ തുടങ്ങിയ എല്ലാ കാര്യത്തിനും ഒരു ഡിസ്ട്രക്ഷൻ ഒരു എർത്ത് ഉണ്ടാകുമ്പോൾ സംഭവിക്കാറുണ്ട്. Loss of human lives and property. Destructiveness of an earthquake is determined on the basis of human casualties in terms of death. And from this point of view, earthquakes are classified into disastrous earthquake, where the casualty ranges between 20,000 to 50,000, and highly disastrous earthquake, where it ranges from 51,000 to 1 lakh, and most disastrous earthquake, where the human death is above 1 lakh. ഒരു എർത്ത് ഏറ്റവും അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാകുമ്പോഴാണ്. ഒരു എർത്ത് ഉണ്ടാകുമ്പോൾ ഒരു പ്രദേശമാകെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന മനുഷ്യജീവനുണ്ടാകുന്ന ഭീഷണി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കഴിഞ്ഞ ക്ലാസ്സിലും ഹ്യൂമൻ ലൈഫ്സിനെ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞതാണ്. പ്രധാനമായിട്ടും മൂന്നായിട്ട് ഇതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിസാസ്ട്രസ് എർത്ത് 20,000 മുതൽ 50,000 ഡെത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ഡിസാസ്ട്രസും, 51,000 തൊട്ട് 1,00,000 വരെ ഡെത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ഹൈലി ഡിസാസ്ട്രസും, 1,00,000 മുകളിൽ ഡെത്താണ് ഉണ്ടാകുന്നതെങ്കിൽ മോസ്റ്റ് ഡിസാസ്ട്രസ് എർത്ത്. Then severe fire. Strong oscillation causes severe fire in houses, mines, factories because of overturning of cooking gas cylinders, contact of live electric wires, displacement of other electric and fire-related appliances. Severe fire. എർത്ത് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു ഇമ്പാക്റ്റ് ആണ് സിവിയർ ആയിട്ടുള്ള ഫയേഴ്സ്. സിവിയർ ഫയേഴ്സ് ഉണ്ടാവാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ മൈൻസിൽ നിന്നും ഫാക്ടറീസിൽ നിന്നും ഉണ്ടാവാറുണ്ട്. കുക്കിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ ടേൺ ഓഫ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് വയേഴ്സിലോ ഇലക്ട്രിക് അപ്ലയൻസസിലോ അല്ലെങ്കിൽ ഫയർ അപ്ലയൻസസ് ഒന്നും തന്നെ ഓഫ് ആക്കിയിട്ടില്ല, അതിൽ നിന്നും ഒക്കെ സ്പാർക്ക് ഉണ്ടായിട്ട് ഫയർ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. Then ground deformation. Severe earthquake result in the deformation of ground surface because of the rise and subsidence of ground surface and faulting activity. earthquake ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഫോൾട്ടിംഗ് ആക്ടിവിറ്റിയും സംഭവിക്കാറുണ്ട്. ഇത് കാരണം ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഗ്രൗണ്ട് സർഫസ് ഒന്ന് റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സൈഡ് ചെയ്തോ പോകാൻ ചാൻസസ് ഉണ്ട്. അത് ഗ്രൗണ്ട് ഡിഫോർമേഷന് കാരണമാകാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ അലാസ്കൻ എർത്ത് ഓഫ് 1965 അവിടുത്തെ ഗ്രൗണ്ട് സർഫസ് 10 to 15 മീറ്റേഴ്സ് വരെ ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള നേപ്പാൾ എർത്ത് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് ഫ്ലാഷ് ഫ്ലഡ്സ്. Strong seismic events result in the damage of dams and causes severe flood. Severe floods are also caused because of blocking of water flow of rivers due to the rock blocks produced by severe tremors on the hill slope facing river valleys. ഒരു ശക്തമായിട്ടൊരു എർത്ത് ഉണ്ടാകുന്ന സമയത്ത് അത് ഡാം നശിക്കാൻ കാരണമാവാറുണ്ട്, അല്ലെങ്കിൽ ഫ്ലഡ്സ് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. കാരണം നോർമലായിട്ട് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ദിശയിൽ നിന്ന് ഒരു റിവറിൻ്റെ ദിശയിലേക്ക് ഒരുപാട് റോക്ക് ബ്ലോക്സസ് വന്നടിയുന്നത് കാരണം അത് റോക്ക് ബ്ലോക്ക് ചെയ്ത് ഒരു വാട്ടർ ഫ്ലോ ബ്ലോക്ക് ചെയ്തും അത് ഫ്ലഡിന് കാരണമാവാറുണ്ട്. ഇനി ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് നോർമൽ ഫ്ലഡിന് വ്യത്യാസമുണ്ട്. നോർമൽ ഫ്ലഡ് ഒരു 2-3 ദിവസം ശക്തമായിട്ട് മഴ പെയ്യുമ്പോഴോ അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴാണ് ഒരു സാധാ ഫ്ലഡ് ഉണ്ടാകുന്നത്. ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് 6 മണിക്കൂറിന് താഴെ സമയം മാത്രം എടുത്ത് ഒരു ഫ്ലഡ് ഉണ്ടാകുന്നെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലഡിനെയാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 മണിക്കൂർ തന്നെ ഒരു പ്രദേശം മുങ്ങിപ്പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു എർത്ത് ഒരു അടുത്തൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് ഫ്ലഡും അതുപോലെ ഡിസ്ട്രക്ഷൻസ് ഓഫ് ഡാംസുമാണ്. ദെൻ സുനാമി വേവ്സ്. Underground occurrence of earthquake exceeding 7.5 on Richter scale can create strong waves called tsunamis, which cause devastation in coastal area. ഏറ്റവും ഫൈനലായിട്ട് ഒരു ഇമ്പാക്റ്റ് പറയുന്നത് സുനാമി വേവ്സ് ആണ്. പ്രത്യേകിച്ച് ഒരു സമുദ്രത്തിനടിയിൽ ഒരു എർത്ത് ഉണ്ടാവുന്നെങ്കിൽ, അത് 7.5 റിക്ടർ സ്കെയിലിന് മുകളിലുള്ള ഒരു എർത്ത് ഉണ്ടാവുന്നെങ്കിൽ അത് ശക്തമായിട്ടുള്ള തിരമാലകൾ ഉണ്ടാവാൻ കാരണമാകുകയും അത് സുനാമി ആയിട്ട് മാറി അത് ആ ഒരു കോസ്റ്റൽ ഏരിയ ഫുള്ളായിട്ട് നശിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഒരു എർത്ത് ഡിസാസ്റ്റർസ് ഇഫക്ട്സ്.